ഹലോ എവ്രി വൺ, ഞാനും ചേട്ടയും ഡിജയും കൂടെ എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങൾ പോകുന്നത് ഷ്ലോസ് കാൾട്ടൻബർഗിലേക്കാണ്. ഷ്ലോസ് എന്ന് പറഞ്ഞാൽ ക്യാസൽ എന്നാണ് കേട്ടോ. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നും ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട് ഈ ഷ്ലോസിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലായിടത്തും കാറുകൾ മാത്രം. ഒരു വലിയ പാടം പോലത്തെ ഏരിയ ഇവർ പാർക്കിങ്ങിന് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷമാണ് ഷ്ലോസിലേക്ക് പോയത്. നോക്കിക്കേ, പുതിയ ഫോണിൻ്റെ സൂമിങ് ക്യാപ്പബിലിറ്റീസൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോർ പ്ലാൻ. ഇവിടെ അത്യാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് പല സ്റ്റേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്കും ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നേരെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ 12 euros ആയിരുന്നു ഒരാൾക്ക്, 12 or 15. അങ്ങനെ നമ്മൾ എൻട്രി ഒക്കെ കഴിഞ്ഞ് എത്തി. ഇത് ഷ്ലോസിലേക്കുള്ള, അതായത് ഷ്ലോസ് നമ്മൾ എത്തിയില്ല, അതിന് മുന്നേ ഉള്ള എൻട്രിയാണ്. സൺസെറ്റ് ആവാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. യൂഷ്വലി ഉള്ളൊരു ക്രിസ്മസ് മാർക്കറ്റിനേക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബും ലുക്കുമാണ് ഇവിടെ. അതുപോലെ ഇത് വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇത് ആ കാണുന്ന നമുക്ക് എന്തോ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയ പാടെ ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു സൺസെറ്റിന് മുന്നേ. ബിക്കോസ് സൺലൈറ്റ് ഉള്ളപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും, സൺസെറ്റ് കഴിഞ്ഞിട്ട് ഇരുട്ടത്ത് കാണാൻ വേറൊരു ഭംഗിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ നടന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് കണ്ട കാർ പാർക്ക് ചെയ്ത റഷില്ലേ, അത്രയും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബട്ട് ഇതൊരു വളരെ വലിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു. സേഫ്റ്റിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതുപോലെ ഈ കാണുന്ന സ്ഥലത്ത് ഐസ് സ്കേറ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും പിള്ളേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആരും അങ്ങനെ ഇരുന്ന് കാണുന്നൊന്നുമില്ല. ബട്ട് മേ ബി എനിക്ക് തോന്നുന്നത് വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്താനും പറ്റിയൊരു സ്ഥലമായിരിക്കും. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞാനും ഡിജെ ചേട്ടയും കൂടെ കുറച്ച് നടന്നു. ഈ കാണുന്ന സ്റ്റാർസില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നേരിട്ട് കാണാനുണ്ട്. ഇവിടെ ഈ കാണുന്ന പോലെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റിങ്ങും ഞാൻ നോട്ട് ചെയ്തേ. ചെറിയ വൈറ്റ് കളർ പാൻസോ സ്കേർട്ടോ പോലെയുള്ള എന്തോ സംഭവത്തിലാണ് അവർ ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ കാസൽ. ഇപ്പോൾ മ്യൂണിക്കിലല്ല, ജർമ്മനി തന്നെ നോയ്ഷ്വാൻസ്റ്റൈൻ കാസൽ ഭയങ്കര ഫേമസ് ആണല്ലോ. അതുപോലെ അത്രമാത്രം വലിയൊരു കാസലൊന്നുമല്ല, വളരെ ചെറുതാണ്. ഈ കാണുന്ന ഒരു കുഞ്ഞു ബ്രിഡ്ജിൽ കൂടെ കയറിയിട്ട് വേണം പോകാനപ്പം ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈം എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഉള്ളിലെത്തിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു പോൾ കണ്ടു കേട്ടോ. അതിൽ ഗ്രീൻ പീസ് ആണോ സംതിങ് ലൈക്ക് പീ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു വൈൻ കയറിപ്പോയ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഷ്ലോസ് അങ്ങനെ കൂടുതൽ നടന്ന് കാണാൻ മാത്രമൊന്നുമില്ല. ആ നടുക്കുള്ള ഏരിയ മാത്രം അവർ ക്രിസ്മസ് മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടെ റസ്റ്റഡ് അയൺ വെച്ചിട്ട്, എനിക്കറിയില്ല എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആണെന്ന്, പക്ഷേ ജർമ്മനിയിൽ എല്ലായിടത്തും, ഞങ്ങൾ സ്വിസ്സിൽ പോയപ്പോൾ അവിടെയൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഡെക്കറേഷൻ. ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റെയിൻഡിയറിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ചേട്ടായും ഡിജയും കൂടെ കിൻഡർ പുഞ്ച് വാങ്ങാൻ വേണ്ടി പോയി. നാട്ടിലെ ഫ്രൂട്ട് പഞ്ച് പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പുഞ്ച് എന്നാണ് പറയുന്നതെന്ന് മാത്രം. ഞാനങ്ങനെ തന്നെ ഇരുന്ന് ഈ വൈൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. അത്യാവശ്യം ഇരുട്ടാകാൻ തുടങ്ങി. ഈ കാണുന്ന സ്റ്റേജിൽ കുറച്ച് കഴിഞ്ഞിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് സൺസെറ്റ് ആവുന്നതിനനുസരിച്ച് ലൈറ്റിങ്ങിൻ്റെ ബ്യൂട്ടിയൊക്കെ കുറച്ചുകൂടെ കാണാനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബ്ലൂ വൈൻ? എങ്ങനെയുണ്ട് പുഞ്ച്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റ്? എങ്ങനെയുണ്ട് പറ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഡിഫറെൻറ്റ് ലുക്ക്. ഫോർ എക്സാമ്പിൾ ബ്രാറ്റ് കട വരെ, ബ്രാറ്റ് മൂസ്റ്റ് കട പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ലേഡിയുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മിഡീവിയൽ കാലഘട്ടത്തിലുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരത്തിക്ക്. സൈഡ് പോക്കറ്റും സൈഡിലൊരു പോക്കറ്റ് നൈഫും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പെർഫോമൻസിൻ്റെ കുറച്ച് റിയൽ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോഴും എനിക്ക് കാണാൻ പറ്റുമല്ലോ ഇവരുടെ പെർഫോമൻസ്.
Какая-то колыбельная, да? അങ്ങനെ കുറച്ച് നേരം അവർ പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പുഞ്ചു കുടിച്ചതിൻ്റെ ഗ്ലാസ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ആ ബ്ലൂ കളർ കോയിൻസിലെ അതാണ് ഫണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് അവർ എക്സ്ട്രാ കോസ്റ്റ് വാങ്ങുന്നുണ്ട് ഈ ഗ്ലാസ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പൈസ അവർ തിരിച്ചു തരും. എപ്പോഴും ആ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എന്തോ പ്ലാൻ ചെയ്ത് സൺസെറ്റിന് മുന്നേ എടുത്തൊരു വീഡിയോയാണ്. പക്ഷെ അതിൻ്റെ ബാക്കിയായിട്ട് രാത്രിയിൽ നിന്നിട്ടും അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ ഉദ്ദേശിച്ചതൊരു വെളിച്ചം കഴിഞ്ഞ് ഇരുട്ടിലേക്ക് മാറുന്ന ട്രാൻസിഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷ്ലോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. ഇതിലൊക്കെ ഈ കാണുന്ന പക്ഷി തൂവലൊക്കെ റിയലാണ്. എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ പ്ലാൻ ഷോപ്പിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ഷോപ്സ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് തീ കായാനുള്ള സെറ്റപ്പ് ഞാൻ കാണിച്ച പോലെ ഉണ്ടായിരുന്നേ. ഇവിടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. ചേട്ടായും ഡിജെയും ലാംഗോഷ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ക്യൂ നിൽക്കുന്നുണ്ട്. വളരെ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ടീമിൻ്റെ കുറച്ച് ബൊഹേമിയൻ പെർഫോമൻസും കൂടെ കണ്ടാലോ. ഈ ലാസ്റ്റ് കേട്ട മ്യൂസിക് ജർമ്മനി താമസിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. ഇവർ ഒക്ടോബർ ഫെസ്റ്റിനൊക്കെ പാടുന്ന സംഭവമാണ് ഐൻ ക്രോസെ എന്ന് പറഞ്ഞുള്ള പാട്ട്. അപ്പം അവർക്ക് നമുക്ക് വേണമെങ്കിലും പൈസ ഇടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ചില്ലേ അയൺ റസ്റ്റിക് മെറ്റൽ കൊണ്ടുള്ള സംഭവം, അതിവിടെയും തീ കായാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ലാംഗോഷിൻ്റെ അവിടെ ക്യൂ നിൽക്കുമ്പോഴാണ് ചേട്ടായും ടീച്ചറും വേറൊരു ക്യൂലുണ്ട്. ഞാനും വെറുതെ വേറൊരു ക്യൂവിൽ നിന്നു ആരാ ഫസ്റ്റ് എത്തുന്നത് നോക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ ട്രീ ഡെക്കറേഷൻ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഓൾറെഡി ട്രീ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുകളിൽ മറ്റേ ഔൾസിൻ്റെ കണ്ണ് പോലെ, മൂങ്ങയുടെ കണ്ണ് പോലെ ലൈറ്റ് ഉണ്ട് കണ്ടോ. അങ്ങനെ ലാംഗോഷ് വാങ്ങാൻ വേണ്ടി പോയി. ഞാനും ഡിജയും ചേട്ടായും കൂടെ 3 ലാംഗോഷ് വാങ്ങി. ടു ബി ഓണസ്റ്റ് അന്നത്തോടെ ലാംഗോഷിൻ്റെ കൊതി തീർന്നു. ഇത് ലാംഗോസ് എന്നാണ് സ്പെല്ലിംഗ് വൈസ് വായിക്കാൻ, പക്ഷേ ലാംഗോഷ് എന്നാണ് കേട്ടോ പ്രൊനൗൺസിയേഷൻ. എനിക്കിത് പറഞ്ഞു തന്നത് നമ്മുടെ ജർമ്മൻ ഫ്രണ്ട് ക്രിസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്രിസിനെ എല്ലാവരും കണ്ടല്ലോ. ഞാൻ വാങ്ങിയത് ഗ്വാക്കമോളി പ്ലസ് ചീസായിരുന്നു കേട്ടോ. ഗ്വാക്കമോളിയുടെ ഗ്രീൻ കളറൊന്നും തിരിയുന്നില്ല, ലൈറ്റ് യെല്ലോ ലൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ചൂടൊക്കെ കൊണ്ട് നമുക്ക് അടുത്തൊരു പെർഫോമൻസ് കാണാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ 4 ലാംഗ്വേജിലുള്ള സോങ്സ് ബൈ ദാറ്റ് ടൈം പാടിയിട്ടുണ്ടായിരുന്നേ. ആദ്യത്തേത് സെർബിയൻ, പിന്നെ ചെക്ക് റിപ്പബ്ലിക് അവിടുത്തെ എന്തോ ലാംഗ്വേജ്, പിന്നെ സ്പാനിഷ്, മെക്സിക്കൻ, ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഓടക്കുഴൽ പോലെ വായിക്കുന്നതും ഭയങ്കര അടിപൊളിയായിട്ടല്ലേ. ഞാൻ ഈ ലോങ് വീഡിയോ ഇവിടെ വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കെപ്പോഴെങ്കിലും ഈ വീഡിയോ പിന്നീട് കാണുമ്പോഴും ഇവരുടെ പെർഫോമൻസ് ഒന്നും കൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത്യാവശ്യം നല്ല പാട്ടും നല്ല മ്യൂസിക്കും ആയിരുന്നല്ലോ. നാട്ടിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു മെമ്മറി ആയിട്ട് ഇത് കീപ്പ് ചെയ്യാനാണല്ലോ. അപ്പം ഈ വീഡിയോയും ഫുൾ ലെങ്ത്തിൽ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റാർസില്ലേ, അത് രാത്രി ആയപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നേ. ആ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന വ്യൂ. ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് എങ്ങനെയുണ്ട് കാണാമെന്ന് ചെക്ക് ചെയ്തതാണ്. പിന്നെ നടന്നു വരുമ്പം ഇവിടെ നമ്മുടെ ഗബ്രിയേൽ മാലാഖയും ക്രിസ്മസ് അപ്പൂപ്പനും പിന്നെ എന്താണ് ഈ പുള്ളിക്ക് പറയുന്നറിയില്ല, ഒരു കുട്ടിപ്പിശാശ് ലുക്കുള്ള ഒരാളും നിൽപ്പുണ്ടായിരുന്നു. ഇവരെ നമ്മൾ പിന്നെ കാണും കേട്ടോ. ഭയങ്കര കോമഡിയാണ്. എനിക്കിവരോട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു കുഞ്ഞി പിള്ളേരെ എടുക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അതുപോലെ നമ്മുടെ സ്കേറ്റിംഗ് സ്ഥലം എഗെയിൻ ആൾക്കാർ നല്ലപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കേറ്റിംഗ് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ നടന്ന് ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെയും എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയൊരു ഏരിയയിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മേ ബി കിഡ്സിന് കളിക്കാൻ വേണ്ടി ആയിരിക്കും. ഇങ്ങനെ ഈ ബബിൾസൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്കൊരു ബബിൾ പോയിട്ട് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരുടെ ഇടയ്ക്ക് എനിക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഞാനും ഡിജയും ചേട്ടായും കൂടി ഇങ്ങനെ നടന്നു. കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നതാണല്ലോ, വേഗം തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ട്രീ കണ്ടത്. ഈ ട്രീയുടെ അടിയിൽ ഒരു സംഭവം വെച്ചിരുന്നു നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡും ഒക്കെ അനുസരിച്ചിട്ട് ട്രീയിലെ ലൈറ്റിങ് മാറും. കണ്ടോ ആ ലേഡി അവിടെ ചെയ്യുന്നത്? അതുപോലെ കുറേ പേര് വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്തില്ല. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഷോപ്പ്. ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഈ ഷോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ ആൽക്കഹോൾ, റൈറ്റ് സൈഡിൽ ഫുൾ ദൈവത്തിൻ്റെ ഫോട്ടോസ്. ഉണ്ണീശോ, മേരി, ജോസഫ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആ ഷോപ്പിനെ കുറച്ച് കമൻ്റ് അടിച്ചു കേട്ടോ. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ജർമ്മൻസൊക്കെ ഈ സംഭവം, ഈ ഇല, ഈ ചെടി വീടിന് മുന്നിൽ നമ്മുടെ നാട്ടിൽ നെൽക്കതിര് തൂക്കൂലേ, അതുപോലെ തൂക്കിയിടും ഐശ്വര്യത്തിന് വേണ്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് അപ്പൂപ്പനും മാലാഖയും കുട്ടിപ്പിശാശും ഇതാണ്. ആക്ച്വലി ക്രിസ്മസ് അപ്പൂപ്പൻ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് തിരക്കായി, പുറകിലായിപ്പോയി. അപ്പം ഗബ്രിയേൽ മാലാഖയും കുട്ടിപ്പിശാശും ക്രിസ്മസ് അപ്പൂപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണിത്. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി എന്നറിയാം കേട്ടോ. എന്നാലും ഈ അടിപൊളി വിഷ്വൽസൊക്കെ ക്യാപ്ചർ ചെയ്യാണ്ട് ഞാൻ എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ ഷ്ലോസിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി. ഇതിപ്പം വുഡ്സിൻ്റെ ഇടയ്ക്കൂടെയായിട്ട് നടക്കുന്നത്. റിയൽ ഫോറസ്റ്റ് പോലത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അവിടെയെല്ലാം കുറേ സ്റ്റോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ആൾക്കാരൊക്കെ വാങ്ങാറുമുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്റ്റോൾസിൽ നിന്നും. ജനറലി ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഈ കാണുന്ന ഡ്വാർഫ് ബ്രീഡ് ഓഫ് കുതിരകളുണ്ടല്ലോ, അവരെയും കണ്ടു. ഈ ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ പല ടൈപ്പ് ഓഫ് ഫ്രോക്സ് ഇട്ടിട്ടായിരുന്നു ആ ലൈറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുതിരകളെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പം ആക്ച്വലി നടന്ന് മടുത്തു. അതുകൊണ്ടൊന്ന് ഇരിക്കാനുള്ള സ്ഥലം നോക്കുമ്പോഴാണ് ഈ സെറ്റപ്പ് കണ്ടത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് കളറുള്ള ക്ലോത്ത് വെച്ചിട്ടൊരു സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചേട്ടായും ഡി ജെ ഇവിടെ ഇരിപ്പുണ്ട്. അത് അവിടുത്തെ പെർഫോമൻസ് കാണാനിരിക്കുന്നതല്ല, ഞങ്ങൾ മടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ മേ ബി 1% ഇൻക്ലൂഡ് ചെയ്ത് കാണത്തുള്ളൂ. നമ്മൾ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു. റിട്ടേൺ പോകുമ്പോൾ വന്ന ഗേറ്റിൽ കൂടെ കയറി തന്നെ വേണമല്ലോ പോകാൻ വേണ്ടി. അവിടെ മുകളിലിരുന്ന ഒരാൾ എല്ലാവർക്കും മെറി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും വിഷ് ചെയ്യുന്നുണ്ടായിരുന്നേ. താഴേന്ന് പിള്ളേരൊക്കെ ഷൗട്ട് ചെയ്ത് പുള്ളിയോട് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കും. പുള്ളി അതിന് റിപ്ലൈയും കൊടുക്കും. എല്ലാം ജർമ്മനിലായതുകൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളിയോട് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ ഷ്ലോസിന് പുറത്തുനിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. ഞാനും ചേട്ടൻ ഡി ജെയും കൂടെ നടക്കുമായിരുന്നു. എങ്ങനെ വണ്ടി എടുക്കും എന്നുള്ള ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ കണ്ടായിരുന്നല്ലോ എത്രമാത്രം വണ്ടികളുണ്ടായിരുന്നെന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നല്ല ഫോഗം ഉണ്ടായിരുന്നെന്ന് മാത്രം. പിന്നെ നല്ല അടിപൊളി കരോൾ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ക്രിസ്മസ് കഴിഞ്ഞാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. റിയലി സോറി. അപ്പം താങ്ക്സ് അലോട്ട്. ബൈ ബൈ.